നമസ്കാരം പ്രിയപ്പെട്ട കുട്ടികളെ, ഹയർ സെക്കൻഡറി മോഡൽ എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. സ്ക്രീനിൽ നിങ്ങൾക്ക് കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് കണ്ടെത്താനുള്ള ഒരു ക്വസ്റ്റ്യൻ കാണാൻ കഴിയും. ഒരു ടേബിൾ നൽകിയിട്ടുണ്ട്. ആ നൽകിയ ടേബിളിനെ അടിസ്ഥാനമാക്കി കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട 4 ക്വസ്റ്റ്യനും കാണാൻ കഴിയും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിട്ടുള്ള ടേബിളിൽ 3000-ൽ കൂടുതൽ വാല്യൂ ഉള്ള സെല്ലുകൾ എത്രയാണെന്ന് കണ്ടെത്തണം. രണ്ടാമത്തെ ചോദ്യം, ഹൗ മെനി സെൽ കണ്ടെയ്ൻ നമ്പേഴ്സ് ഓൺലി, നമ്പർ മാത്രം ഉൾക്കൊള്ളുന്ന സെല്ലുകൾ എത്ര എന്ന് കണ്ടെത്തണം. മൂന്നാമത്തെ ചോദ്യം, ഹൗ മെനി എംപ്റ്റി സെൽ, തന്നിട്ടുള്ള ടേബിൾ എംപ്റ്റി സെൽ ഒഴിഞ്ഞു കിടക്കുന്ന സെല്ലുകൾ എത്ര എന്ന് കണ്ടെത്തണം. ലാസ്റ്റ്, ഹൗ മെനി സെൽ കണ്ടെയ്ൻ എനി വാല്യൂ, എന്തെങ്കിലും വാല്യൂ ഉള്ള നമ്പർ ആവട്ടെ ലെറ്റർ ആവട്ടെ എന്തെങ്കിലുമുള്ള സെല്ലുകൾ എത്ര എന്ന് കണ്ടെത്തണം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ആദ്യം നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉള്ളതുപോലെ അതേപോലെ നമ്മൾ കാൽക്കിന്റെ സ്പ്രെഡ്ഷീറ്റിൽ തന്നിട്ടുള്ള വിവരങ്ങൾ അതേപടി എൻ്റർ ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. നമ്മൾ അതേപോലെ അതെല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി 4 ക്വസ്റ്റ്യൻ നമുക്ക് ഇവിടെ ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ കണ്ടെത്തണം. അതിനുവേണ്ടി നമ്മൾ 3 ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്നു. ഞാനിവിടെ A, B, C, D 4 ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് തൊട്ടടുത്ത സെല്ലിൽ അതിന്റെ ഫോർമുല എൻ്റർ ചെയ്യുന്നു. ഫസ്റ്റ് A എന്ന ക്വസ്റ്റ്യൻ കണ്ടെത്താനുള്ള ഫോർമുല ഈക്വൽ ടു കൗണ്ട് ഈഫ് ബ്രാക്കറ്റിൽ ഈ ടേബിളിന്റെ റേഞ്ച് എൻ്റർ ചെയ്യണം. ഇവിടെ A1 മുതൽ H2 വരെ ജസ്റ്റ് ഈ ടേബിൾ സെലക്ട് ചെയ്താൽ മതി. A1 to H2 എന്ന് അവിടെ വന്ന് കാണാം. കോമ, ഇനി നൽകേണ്ട ഡബിൾ കൊട്ടേഷൻ ആണ്. ഡബിൾ കൊട്ടേഷൻ ഗ്രേറ്റർ ദാൻ 3000 എന്ന് എൻ്റർ ചെയ്ത് ഡബിൾ കൊട്ടേഷൻ ക്ലോസ് ചെയ്യാൻ മറക്കരുത്. എൻ്റർ പ്രസ് ചെയ്യാം. അപ്പൊ 3000-ൽ കൂടുതൽ തുകകൾ ഉൾക്കൊള്ളുന്ന 2 സെല്ലുകളാണ് ആ ടേബിളിലുള്ളത്. ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്പർ മാത്രം ഉൾക്കൊള്ളുന്ന സെല്ലുകൾ എത്ര, അതിനുള്ള ഫോർമുല ഈക്വൽ ടു കൗണ്ട് ഫംഗ്ഷൻ ആണ് നമ്പർ കൗണ്ട് ചെയ്യാനുള്ളത്. എൻ്റർ പ്രസ് ചെയ്യാം. ദെൻ ആ റേഞ്ചിന്റെ അഡ്രസ് നൽകുക A1 to H2. ദെൻ എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോ നമ്പർ മാത്രം ഉൾക്കൊള്ളുന്ന 6 സെല്ലുകളാണുള്ളത്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എംപ്റ്റി സെല്ല് കണ്ടെത്താനാണ്. അതിന് ഈക്വൽ ടു കൗണ്ട് ബ്ലാങ്ക് ബ്രാക്കറ്റിൽ റേഞ്ച് നൽകണം. ഇവിടെ റേഞ്ച് മുമ്പ് സൂചിപ്പിച്ചത് തന്നെയാണ്. A1 മുതൽ H2 വരെ ആ ടേബിളിന്റെ ടോട്ടൽ റേഞ്ച് ഇതാണ്, A1 to H2. എൻ്റർ പ്രസ് ചെയ്യാം. അപ്പൊ 4 എംപ്റ്റി സെല്ലുകളാണുള്ളത്. ഇനി ലാസ്റ്റ് എന്തെങ്കിലും ഉൾക്കൊള്ളുന്ന സെല്ലുകൾ, അതായത് എംപ്റ്റി അല്ലാത്ത എത്ര സെല്ലുകളുണ്ട്, അതിനുവേണ്ടി കൗണ്ട് A എന്ന ഫംഗ്ഷനാണ് ഉപയോഗിക്കേണ്ടത്. കൗണ്ട് A ബ്രാക്കറ്റിൽ ആ റേഞ്ച് നൽകുക. ഇവിടെ A1 to H2 ആ ടേബിൾ മൊത്തം സെലക്ട് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കായി ഇവിടെ ആ റേഞ്ച് വന്നോളൂ. ദെൻ എൻ്റർ പ്രസ് ചെയ്യാം. അപ്പൊ ഇത്രയുമാണ് ഈ പ്രോബ്ലം ചെയ്യാനുള്ള പ്രൊസീജിയർ.